പറ്റില്ലാന്ന് പറയും. അയ്യോ, ഈ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, അങ്ങനെ കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. എനിക്ക് ചെറുക്ക പറയും വെരി ഹാപ്പി അബൌട്ട്. ദുൽഖർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിലൊന്നും നോടി പ്രൊഡ്യൂസ് നോക്കാം. ദുൽഖറിന്റെ വിഷൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ സേഫ് കളിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോക്കുമ്പോൾ സിനിമ നടക്കില്ല. അതിന് തൊട്ട് പോകുമ്പോൾ ശൈലജ ടീച്ചർ ഇസ് ലൈക്ക് എക്സെപ്ഷണൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. അത് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുക അല്ലേ. എന്നാൽ ശൈലജ ടീച്ചർ മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ റിയാക്ട് ചെയ്യും. ഐ എം നോട്ട് സെയിങ് ദ കറണ്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇസ് ബാഡ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ആ റിയാക്ട് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചത് അവരുടെ പാർട്ടിക്കാരനെയും. അയ്യോ, അത് വേറെ പാർട്ടിക്കാരൊന്നുമല്ല. ഒറ്റ അടുത്തിന് പ്രൊഫഷണലിസം എന്നൊരു സാധനം അറിയില്ല. എന്തെങ്കിലും കാണിക്കട്ടെ, അപ്പം നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുക, അത്രയേ ഉള്ളൂ. അത് ജനിച്ചപ്പോൾ എങ്ങനെയല്ല. അപ്പം ഞാൻ ഇപ്പോൾ 2 വീലറിനെ മാറ്റുന്നു പറഞ്ഞു, ഞാൻ മാറ്റില്ല പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുകയാണെങ്കിൽ അവൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങാനും സൂരജ് പോയി പടമാക്കി വലിയ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂരജ് ഒരിക്കലും ഞാൻ നോ എന്ന് പറഞ്ഞാൽ അടുത്ത് വരില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ്. അത് ഈ മണ്ടന്മാർക്ക് ചിന്തിക്കാതെ എപ്പോഴും ആലോചിക്കും. ചിലവന്മാർ ഒറ്റ മുങ്ങിൽ മുങ്ങും, പിന്നെ കാണില്ല, വിളിക്കില്ല, റെസ്പോൺസിൽ ഒന്നുമില്ല. ഇപ്പോഴും ഈ കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് ആരും കിട്ടുന്നില്ല. Rapists are getting scot free ആയിട്ട് നടക്കുന്നു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Hey, hello, this is Suraj here. Welcome to Movie World Media. So, ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആക്ടറായിട്ടാണ് വന്നത്. പിന്നെ പതുക്കെ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഒരു അപ്കമിങ് ഒരു ഗ്രോയിങ് ഡയറക്ടറായിട്ട് മാറി ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. ഹിയർ വി ജോയിനിങ് വിത്ത് രൂപേഷ് പീതാംബരൻ. ഹായ്. താങ്ക് യു. കുറെ ലോസ് ഉണ്ട് നമുക്ക് മലയാളം സിനിമയ്ക്ക്. ഇപ്പോൾ പപ്പു സാറാവട്ടെ, കുറേ ആൾക്കാരുണ്ട്. സോ പേഴ്സണലി രൂപേഷ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ രൂപേഷ് ആസ് എ പേഴ്സൺ ഹു ലവ് സിനിമ, എല്ലാവരും ലോസ് നമുക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ നമുക്കൊരു ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചോദിക്കുമ്പോൾ ആരായിരിക്കും ലൈക്ക് വലിയൊരു ലോസ് ആണിത് മലയാളം സിനിമയ്ക്ക് എന്ന് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ കാലം കൊണ്ട് മരിച്ചുപോയ വലിയ ആർട്ടിസ്റ്റ് കണ്ടു എന്ന് ഞാൻ പറയും. ബർത്ത് ഇസ് എ റിയാലിറ്റി, ഡെത്ത് ഇസ് എ റിയാലിറ്റി അല്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ മീൻ മേ ദേ സോൾ റെസ്റ്റ് ഇൻ പീസ് ഞാൻ പറയുള്ളൂ. എന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത്, എന്നെ ഷാറ്റർ ചെയ്തത് ശ്രീനേട്ടൻ്റെ ഇതാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഐ വോണ്ട് കോൾ ഇറ്റ് ലോസ് ബിക്കോസ് ഈസ് സ്റ്റിൽ ഇൻ റിക്കവറി സ്റ്റേജ്. അപ്പോൾ മൂപ്പര് എൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ്. മൂപ്പര് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് ലൈക്ക് ഫസ്റ്റ് സിനിമയിലും അതുപോലെ തന്നെ സെക്കൻഡ് സിനിമയിൽ വന്നു ആള്. ഹൗ വാസ് അപ്രോച്ച്? ഞാൻ പറയട്ടെ, എൻ്റെ ഏറ്റവും ഇഫ് യു ആസ്ക് മീ എൻ്റെ ഫേവറേറ്റ് റൈറ്റേഴ്സ് ആരാന്ന് ചോദിച്ചാൽ, നമ്പർ 1 ഇസ് ലോഹിദാസ്, രണ്ടാമത് ശ്രീനിവാസൻ, മൂന്നാമത് പത്മരാജൻ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ, എനിക്ക് 3 ലിസ്റ്റുള്ളൂ. 3 ഫേവറേറ്റ് റൈറ്റേഴ്സ് ഇതാണ്. ഈ വേറെ ഇഷ്ടമുള്ള റൈറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് മലയാളത്തിലെ ഏറ്റവും ബ്രില്യൻ റൈറ്റേഴ്സ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം ലോഹി സാറ്, പിന്നെ ശ്രീനേട്ടൻ, പിന്നെ പത്മനാഭൻ സാർ. ഇങ്ങനെയാണ് ഞാൻ പറയാം. അപ്പോൾ ശ്രീനേട്ടൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് അഭിനയിക്കാൻ വേണ്ടി മുമ്പ് ഇത് വായിച്ചിട്ട് ഒരു കഥ കേട്ടു. പിന്നെ ചേർത്തോണ്ടിരിക്കും. മൂപ്പര് സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടുണ്ട്. ചോദിച്ചു, കുറച്ച് ഡൗട്ട് ചോദിച്ചു. അതിങ്ങനെ ഒന്നിങ്ങനെ ശരിയാവും, ഇങ്ങനെ ഒന്നിങ്ങനെ ശരിയാവും, സോൻസോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സോൻസോ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് ചോദിച്ചു എന്തിനാ ഈ സീൻ എന്തിനാണെന്ന് ചോദിച്ചു. കാരണം ആ സീൻ, ഞാൻ പറഞ്ഞു ആ സീൻ എന്തിനാന്ന് വെച്ചാൽ ഈ പോലീസ് ഇൻസ്പെക്ടർ ബ്രില്യൻസ് കാണിക്കാനുള്ള സീനാണ്. ഞാനല്ലല്ലോ നായകൻ, പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നായകൻ, ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ ആരും നായകന്മാരല്ല. സി ഇഫ് യു ലുക്ക് അറ്റ് വൺ തിങ്, തീവ്രത്തിൽ ആരാ നായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പറയണ ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ്. സത്യം, ശരിക്കും മനസ്സിലായോ? പക്ഷെ നമ്മളിപ്പോ നാട്ടുകാരോട് കാണുമ്പോൾ ദുൽഖർ സൽമാൻ നായകൻ എന്ന് പറയുള്ളൂ. പക്ഷെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നായകൻ നായികയല്ല ശ്രീനേട്ട. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിലൊരു ക്യാരക്ടർ എടുത്ത് മാറ്റി സിനിമ ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തീവ്രത്തിനടുത്ത് മാറ്റിയാൽ പിന്നെ കഥയില്ല. കഥ പോട്ടെ. ഇപ്പം ഇയാള് ഒരു പൊട്ടനായ പോലീസ് ഓഫീസർ അല്ല, ഈസ് എ ബ്രില്യൻ പോലീസ് ഓഫീസർ. അയാൾ ഒറ്റ പ്രശ്നമുണ്ട്, ബ്ലഡ് കണ്ട അയാൾക്ക് തളറും. മനസ്സിലായോ? അപ്പൊ അയാൾ ക്രൈം സീനിലോട്ട് പോവാണ്ട് തന്നെ അയാൾ കണ്ടുപിടിക്കും. ബ്രില്യൻസ്. അപ്പൊ എനിക്ക് ഒരു സാധനം നേരത്തെ ഒരു ഇൻസിഡന്റ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇയാൾക്ക് ആരും ഇൻഫർമേഷൻ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നല്ല, അയാളുടെ സറൗണ്ടിങ്സിൽ പോയി മൊത്തത്തിൽ അന്വേഷിച്ചിട്ടായിരിക്കും അങ്ങോട്ട് കയറി ചെല്ലുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് കാര്യം പിന്നെ ഒരു സംശയമില്ല, ഒരു ഡൗട്ടിൽ ഒന്നുമില്ല. സാധാരണ ഞാൻ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ മൂപ്പർ സ്ക്രിപ്റ്റിൽ കൈ കടത്തും, മൂപ്പരെ മൊത്തത്തിൽ പൊളിച്ചു മാറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ കഴിഞ്ഞ 2 സിനിമയിലും ശ്രീനേട്ടൻ അത് വേണ്ട ഇത് വേണം ഒന്നും പറഞ്ഞിട്ടില്ല. സീറോ ഇൻഡിഫറൻസ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് പ്രൊഡ്യൂസർ,
ആ ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്നോട് ഒരു ദിവസം വൺ സീൻ എക്സ്ട്രീംലി ഹാഷ് ആൻഡ് റൈറ്റിംഗ്. അത് എന്താ പറയുക, ഒരു സ്ത്രീ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിലുണ്ട്, അതിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് ഭയങ്കര ഹാഷായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞോളാം ഇതൊന്ന് ടോൺ ഡൗൺ ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ടോൺ ഡൗൺ ചെയ്യുന്നു. അപ്പം ഞാൻ പറയാം എന്തിനൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വില്ലൻ ക്യാരക്ടർ അല്ലേ? അല്ല, നീ നിന്റെ എക്സ്പ്ലനേഷനൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ശ്രീയായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ എക്സ്പ്ലനേഷനൊക്കെ എനിക്കറിയാം, നീ പറഞ്ഞ കറക്റ്റ് കാര്യം, വില്ലൻ ക്യാരക്ടറാണ്, അതെൻ്റെ ഒരു ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഡൗൺഫോള് അങ്ങനെ ആവുന്നതിൽ തെറ്റില്ല. പക്ഷേ യുവർ റൈറ്റിംഗ് ഇസ് വെരി ഹാഷ്. അത് ചെയ്യരുത്. ബിക്കോസ് നീ അത് ഭയങ്കരമായിട്ട് ഹാഷായിട്ട് നീ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആ സമയത്ത് കിട്ടിയെന്ന് വരും, പക്ഷേ ദാറ്റ് മൈ ട്രിഗർ ലോട്ട് ഓഫ് പീപ്പിൾ. അത് അങ്ങനെ ചെയ്യരുത്. സോ ടോൺ ഡൗൺ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. മനസ്സിലായി? അപ്പം ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് ശരിയാണെങ്കിൽ അന്നും തോന്നി, ഇപ്പോഴും തോന്നുന്നുണ്ട്. സോ ഐ ടോൺ ഡൗൺ. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് ആ സീനെ ഞാൻ വെട്ടി, ഞാൻ വേറെ പുതിയ സീൻ എഴുതി. ആ സീൻ മൊത്തത്തിൽ വെട്ടി കളഞ്ഞിട്ട് ഐ ക്രിയേറ്റഡ് ന്യൂ സീൻ. പക്ഷേ ഐ ടോൺ ഡൗൺ ബിഗ് ടൈം. അപ്പോൾ ആ ഒരു സാധനം അങ്ങനെ ചെയ്തു. അപ്പോൾ ശ്രീയേട്ടൻ ഓക്കെ വെച്ചാൽ അങ്ങനെയല്ല, മൂപ്പര് അത് പറഞ്ഞത് ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയില്ല, എൻ്റെ അടുത്തും പറയില്ല. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ബ്രൂട്ടസ് ഷൂട്ട് എടുക്കുന്ന സമയത്താണ് ഏതൊരു ഫിലിം മേക്കർ ശ്രീയേട്ടനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്താ പറയുക, മൂപ്പര് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് മൂപ്പര് എന്നോട് ചോദിക്കുക നീ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, മൂപ്പര് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. യു ബി ഓണസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. യു ബി ഓണസ്റ്റ് വിത്ത് ദം. ഇതാണ് എൻ്റെ സിനിമ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ യെസ് പ്രശ്നമുള്ളൂ. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ശ്രീനേട്ടൻ വിശ്വാസമുണ്ട്. സോ ദാറ്റ്സ് വൈ വി വെന്റ് ത്രൂ ഇറ്റ്. അപ്പോൾ അതാ ശ്രീനേട്ടൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ലെസൺ എന്ന് അറിയാം, നമുക്ക് നമ്മുടെ സ്വന്തം സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ കണ്ടിരിക്കും. വലിയൊരു സത്യം അത്. ഞാൻ അതാണ് എന്റെ സിനിമയിലത്തെ കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസ്. അത് തീവ്രത്തിന് ശേഷം സിനിമയിൽ. കാരണം വെച്ചാൽ സത്യമാണ്. ഞാൻ അതാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തീവ്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ബിക്കോസ് ഓഫ് മൈ റൈറ്റിംഗ് വാസ് ബാഡ്, അത് എനിക്ക് അവസാനം മനസ്സിലായുള്ളൂ. ഐ കാൻ ഡു എനിത്തിങ്, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ശ്രീനേട്ടൻ അതിന് ശേഷം ഇത് പറഞ്ഞേ, ഈ എന്താ പറയുക, നമുക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ കണ്ടിരിക്കും, വലിയ കാര്യം. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഇപ്പോൾ അടുത്ത് ചെയ്ത സിനിമയും ഞാൻ ആ സാധനം തലയിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയതും ഷൂട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ എനിക്കറിയാം ഇഫ് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദ സീൻ ഇസ് ബാഡ്, ഐ സെ ടേക്ക് ഇറ്റ് ഓഫ് എന്ന് പറയും. കാരണം വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, ടേക്ക് ഇറ്റ് ഓഫ്. കാരണം നമുക്ക് സഹിച്ചിരിക്കാൻ വലിയ നാട്ടിൽ ഇങ്ങനെ സഹിക്കുന്ന തിയറി എൻ്റെ തല്ല എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പക്ഷേ എനിക്ക് ശ്രീനേട്ടൻ ഐ പ്രേ ഫോർ മൈ എവറി ഡേ. മൂപ്പര് തിരിച്ച് ഫുൾ സ്വിങ്ങിൽ വരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഈസ് റിക്കവറിങ്. പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനേട്ടൻ എന്താ പറയാ, ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹീസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഐ ഗെസ് ഹീസ് ലക്കി ബിക്കോസ് യുവർ പ്രേയർ ഉണ്ടല്ലോ, എത്രയോ ആൾക്കാരുടെ പ്രേയർ ഉണ്ട്. എല്ലാവരും ഉണ്ട്. സത്യനന്ദിക്കാട് സാർ ഇപ്പോഴും മൂപ്പരെ അടിക്കടി പോയി കാണാറുണ്ട് അങ്ങനെയായിട്ട്. ഞാൻ ഐ സ്റ്റേ ഉണ്ട് ഇങ്ങനത്തെ കേസ് ഞാൻ ഇതിൽ പോയി കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ കണ്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ അത് എനിക്ക് പറ്റില്ല. ഞാൻ ഐ ബ്രേക്ക് ഡൗൺ. അയ്യോ ഞാൻ എപ്പോഴും ധ്യാനോട് പറയാറുണ്ട് പറ്റില്ല എന്ന് പറയും, എനിക്ക് പറ്റില്ല എന്ന് പറയും. എടാ ഞാൻ വേറെ ഒന്നുമല്ല, എനിക്ക് സത്യമുള്ള ഭയങ്കര കണക്ഷൻ അല്ലേ. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമ ചെയ്യാൻ വരുമ്പോഴും ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റിംഗിലാവട്ടെ ഡിറക്ഷനിലാവട്ടെ അപ്പൊ തന്നെ ആള് ഈ ഒരു അഡ്വൈസ് നമ്മുടെ മൈൻഡിൽ വരും. വെരി നൈസ് മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഹീസ് റിക്കവറിങ്, സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാനെപ്പോഴും വിനീതിനോട് ചോദിക്കാറുണ്ട്, ധ്യാനോട് ചോദിക്കാറുണ്ട് ഹൗ ഈസ് ഹി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഹീസ് ഫൈൻ, ഹീസ് റിക്കവറിങ്. Definitely he'll be very fine, very soon. Yeah, let's see. Okay. അതൊന്നുമില്ല, വേറെ ചോദിച്ചു. ആക്ടർ ആൻഡ് ഡയറക്ടർ ഈ രണ്ട് റോൾ ലൈക് ഡെഫിനറ്റ്ലി സിനിമ ഡിപ്പാർട്ട്മെന്റിലാണ്. രൂപേഷ് ആസ് എ പേഴ്സൺ ഏത് പൊസിഷനാണ് എൻജോയ് ചെയ്യുന്നത് വൈൽ വർക്കിംഗ്? ആസ് എ ഡയറക്ടർ ആണോ ആക്ടർ ആയിട്ടാണോ? അത് ആക്ടർ മാത്രമായിട്ട് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം നമ്മളെന്താ കേസ്, നമ്മൾ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത്. നമ്മൾ അപ്പുറത്ത് പോയിട്ട് കസേരയിൽ ഇരിക്കുക, പിന്നെ അവരടുത്ത സാധനം സെറ്റ് ചെയ്യുന്ന വരെ നമ്മൾ വെറുതെ ഇരുന്നേ പറ്റും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബോറടിയാണ്. പക്ഷേ മറിച്ച് എന്താ പറയുക, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾവേസ് ഓൺ മൈ ടൂസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സീൻ കമ്പോസ് ചെയ്യുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഉടനെ അടുത്ത സീൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാവിലെ തുടങ്ങുന്നത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. പാക്കപ്പ് വരെ ഇങ്ങനെ ഒരു ബഹളമായിരിക്കും, ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം മറ്റേത് ഇറ്റ്സ് നോട്ട് ഐ ഡോണ്ട് എൻജോയ് ആക്ടിങ് ആണ്. പക്ഷെ അഗെയിൻ ദ പ്രോബ്ലം ലൈക്ക് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയി പോകും ചിലപ്പോൾ.
സോ ഐ മീൻ രണ്ടും നല്ലതാണ്. എഗെയിൻ ഇപ്പോൾ ചാലഞ്ചിങ് ക്യാരക്ടർ തരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ലോട്ട് ടു പ്രിപ്പയർ ആൻഡ് ദെൻ ആക്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡയറക്ഷനും ഐ പ്രിഫർ എവറിത്തിങ്. ദ ഹോൾ പോയിന്റ് ഇസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഡയറക്ഷനും അല്ല ഒന്നുമല്ല പ്രൊഡക്ഷൻ നോക്കാൻ പറഞ്ഞാൽ ഐ ഹാപ്പിലി ഡു ദാറ്റ് ഓൾസോ. നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ബി ഇൻ എ മൂവീസ്, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്കഷൻ പ്ലാനിങ് സോ ഐ മീൻ ഇപ്പോൾ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് എനിവേ. ഐ മീൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ചെയ്യും, ഡയറക്ഷനോ റൈറ്റിംഗ് ആണെങ്കിൽ ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും, അങ്ങനെ അതാണ്. സോ ഐ ജസ്റ്റ് വോണ്ട് ബി ഇൻ സിനിമ. ഓക്കെ, ഒരു ആക്ടറിന്റെ ഡയറക്ടർ ആയിട്ടുണ്ട്, ഒരു ഡയറക്ടറിന്റെ ആക്ടർ ആയിട്ടുണ്ട്. യു ഹാവ് ആ ഒരു എക്സ്പീരിയൻസ്. അത് ഒരു ലക്കാണ് ആക്ച്വലി, നമുക്ക് എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ലക്കാണ്. പണ്ട് സ്പടികം സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യൻസ് ആവട്ടെ, ക്യാമറമാൻ ആവട്ടെ, എനിക്കൊന്ന് വിന്റേജ് ടൈമിൽ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്, ചീത്ത പറയും നമ്മൾ തന്നെ. പക്ഷെ ഇപ്പൊ ചീത്ത പറയാൻ ചോദിച്ചാൽ ആ ഒരു ഫ്രീഡം കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ, ഇത് ജസ്റ്റ് ഈ പറഞ്ഞു കൊടുക്കും, പോർട്രേറ്റ് ചെയ്ത് കൊടുക്കും, അപ്പൊ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ചേഞ്ച്, ലൈക്ക് ആ ഒരു സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്പടികം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പണിയെടുത്തില്ലെങ്കിൽ ആരെയും ചീത്ത കൊടുക്കും, അത് ഇപ്പോഴും പറയും, മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. അതായത് സ്പടികത്തില് ഫേമസ് സീൻ ഉണ്ട് എൻ്റെ ക്യാബിനറ്റ് സീൻ, മറ്റേ എന്താ പറയുക, ചോര തൊടിക്കും ചെറുകൈകളെ പേർക്ക് വന്നി പന്തങ്ങൾ. അപ്പോൾ ആ പദ്യം പാടി ഞാൻ പേപ്പറും കത്തിച്ചിട്ട് എന്നിട്ട് അവസാനം എന്താ പറയുക വലിച്ചെറിയും ചൊല്ലി, എന്തിനാണ് ചോരടി എന്തിനടിയിൽ ചോപ്പുന്നതുകൊണ്ട് വരച്ചത്, ആ ഡയലോഗ്. അത് വെരി ക്ലോസ് ടു 20 ടേക്സ് പോയി, 20 ടേക്ക് പോയി. ഒന്നെങ്കിൽ ഞാൻ പദ്യം തെറ്റിക്കും, അല്ലെങ്കിൽ പദ്യം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സമയത്ത് പദ്യമെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു നിന്നു, എന്തിനാണ് ഇന്ത്യനടിയിൽ ചോപ്പ് അത് പറയാൻ മറന്നു. പിന്നെ ഞാനൊന്നും കാണാണ്ട് പഠിച്ചില്ല, അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഇതൊരു മറക്കാത്തതിന്റെ കാര്യം വെച്ചാൽ അന്ന് ആദ്യം അപ്പൊ 21 പിന്നെ ആദ്യത്തെ 2-3 ടേക്ക് ഒക്കെ ആയപ്പോ എന്താ നീ കാണിക്കുന്നത് ചെയ്യുമ്പോഴേക്ക് ചെയ്യുന്ന പറഞ്ഞു. 5ാമത്തെ ടേക്ക് എന്ന് പറഞ്ഞാൽ പൂര തെറിപ്പാട്ടാണ്, കാരണം എല്ലാ യൂണിറ്റും ഇതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി ഇതായി. അപ്പോൾ പക്ഷേ ഐ ഡിഡ് ഇറ്റ്, വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ അതേ പറഞ്ഞാൽ പണിയെടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഭദ്രങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് പടം ചെയ്യുകയാണെങ്കിൽ അതിൽ അഭിനയിക്കാൻ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അലമ്പാക്കിയാൽ മൂപ്പര് നല്ല ഇത് വിളിക്കും, അത് ഒരു സംശയം വേണ്ട. പക്ഷെ അത് ചീത്ത വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, മനസ്സിലായോ? അപ്പോൾ അവരുടെ പെർഫെക്ഷനും അവരുടെ ഡ്രൈവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഡ്രൈവിനനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ സ്പടികത്തിൽ എനിക്ക് കൈയടി കിട്ടിയ സീൻസും ഉണ്ട്, അഭിനയിച്ചിട്ട് സെറ്റിൽ കൈയടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് അപ്പം വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഹോൾ ടൈം, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ്, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ആർ വെരി സെൻസിറ്റീവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്നും ഈ പറയുന്ന പോലെ തന്നെ വലിയ പട്ടപട്ടാന്ന് അഭിനയിക്കുക, മനസ്സിലായോ? അവർക്ക് വലിയ ഡയറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സ്പെസിഫിക് ആയിട്ട് ചില സാധനങ്ങൾ മാത്രം ആയിരിക്കും എന്താ പറയുക, ബന്ധനങ്ങൾ പോയിട്ട്, ഞാൻ അന്ധകാലത്താണ് പറയുന്നത്, ബന്ധനങ്ങൾ പോയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ എന്താ പറയുക, ഉള്ള ആക്ടേഴ്സിൻ്റെ സാധനം ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ആക്ടിങ്, ദേ ടു ബിഹേവിങ് കൈൻഡ് ഓഫ് തിങ്. ഒരു അഭിനയം എന്ന് പറയുന്ന സാധനം കൂടുതൽ ബിഹേവ് ചെയ്തിട്ട് പോവുക എനിക്ക് ഇഷ്ടംപോലെ തോന്നുന്നത്. നമ്മൾ സിനിമ നോട്ടി നമുക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒരു ആക്ട്, ഞാൻ ഇന്ന ആക്ടർ എന്നല്ല പറയുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് ഭയങ്കര മൊണോട്ടമസ് ആയിട്ട് പടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തോന്നും. കാരണം എന്താ കാര്യം വെച്ചാൽ ബിഹേവ് അതല്ല. പണ്ടത്തെ ആക്ടേഴ്സ് എല്ലാവരും, നമ്മുടെ ഏത് സൂപ്പർ സ്റ്റാർസ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഇവർ ക്യാരക്ടർ എന്തെന്ന് മനസ്സിലാക്കും, ആൻഡ് ദെൻ ദേ ട്രൈ ടു എന്താ പറയുക, ഈ പെർട്ടിക്കുലർ മാനറിസം എന്തെങ്കിലും അത് അവർ ഈ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ജീവിക്കും. അപ്പോൾ അത് അവർ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ ദാറ്റ്സ് ആക്ച്വലി ആക്ടിങ്. ഇവിടെ ആ ആക്ടിങ് പാർട്ട് പോയി. ഇപ്പോൾ മറ്റെന്താ പറയുക, ബിഹേവ് മാത്രമേ ഉള്ളൂ. മിക്ക ആക്ടേഴ്സിന്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയാണല്ലോ മുമ്പത്തെ സിനിമയിലും ഒരേപോലെ എന്ന് പറയില്ലേ, അതേതാ കാര്യം. സോ ദേ നീഡ് ടു അഡാപ്റ്റ്, റീഇംപ്രൂവ് ദംസെൽഫ്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ആ എഫേർട്ട് ആരും ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫഹദ് ഫാസിൽ ഈസ് എൻ ഇൻക്രെഡിബിൾ ആക്ടർ. ഇപ്പോൾ ഫഹദ്, ഞാൻ ഇന്നാൾ ഒരു ഏതൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ, അതേ സത്യന്തിക്കാട് സാറിൻ്റെ മുമ്പ് ചെയ്ത ഇന്ത്യൻ പ്രണയകഥ, ഈ 2 സിനിമയിലും ഇദ്ദേഹം ഓടുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് ഓടുന്നത് രണ്ട് രീതിയിലാണ്. ഇത് ഒരേ ആക്ടറാണ്, ബട്ട് ഹി ഈസ് പുട്ടിങ് ഇൻ എ വെരി ഡിഫറെൻറ്റ് എഫേർട്ട്, ആൻഡ് കാണുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ഭയങ്കര വിസിബിളാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു എത്ര ഫഹദ് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി ഡൗട്ട്ഫുൾ ഉണ്ട്.
പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ഞാൻ പറഞ്ഞ ഫഹദ് ജനിച്ചപ്പോൾ എങ്ങനെയല്ല. അതെ, definitely. ഐ നോ ഹിം ഫ്രം വെരി ലോങ് ടൈം. എനിക്ക് ചാപ്പാക്കുരിശ് ആ സമയം തൊട്ട് എനിക്ക് ടൂർണമെന്റ് തൊട്ട് എനിക്ക് ഫഹദിനെ പേഴ്സണലി അറിയാം. ഹി ഹാസ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. മൂപ്പര് കുറേ എഫേർട്ട് ഉണ്ട്, ഇപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഫഹദ് ഇടുന്ന എഫേർട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ സീംലെസ് എന്ന കാര്യം എന്ന് വെച്ചാൽ ദാറ്റ്സ് ബിക്കോസ് ഈസ് എ ഡാം ഗുഡ് ആക്ടർ ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു പുഷ് ഹിംസെൽഫ് ഓൺ എവറി ക്യാരക്ടർ ഫ്രം എവറി ടൈം. ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എത്ര പേരോട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഐ റിയലി വിഷ് എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ അവർ പുഷ് ചെയ്യണം അല്ലേ, ചെയ്തേ പറ്റും. ഞാനൊരു ഡയറക്ട് ഫിലിം മേക്കർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നല്ല, നമ്മൾ ഓഡിയൻസിനും ഭയങ്കര രസമായിരിക്കും അവരുടെ പടങ്ങൾ കാണാൻ വേണ്ടി എക്സെട്ര എക്സെട്ര. രൂപേഷ് ആക്ച്വലി ടീ പേഴ്സൺ ആണോ കോഫി പേഴ്സൺ ആണോ? കോഫി, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ഇങ്ങനെ ചില ആൾക്കാരുണ്ട് എനിക്ക് തലവേദന കാപ്പി കുടിക്കണം, അങ്ങനത്തെ ഒരാളാണ്. ഇല്ല അങ്ങനെയല്ല, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 3 ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അടിക്കും. വിത്തൗട്ട് ഷുഗർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ഒരു മോർണിംഗ് 10:30, 11 ഒക്കെ ആകുമ്പോൾ ഐ മൈറ്റ് ഹാവ് 1 more ഷോട്ട്. പിന്നെ ഈവനിങ് എന്താ പറയാ ഒരു 3:30, 4:30 ഒക്കെ ആകുമ്പോൾ അഗെയിൻ ഐ മേ ഹാവ് മേ ബി 2 cups ഓഫ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. വിത്തൗട്ട് ഷുഗർ അല്ല. പക്ഷെ 6 മണിക്ക് കഴിഞ്ഞാൽ കഴിക്കില്ല. എന്താ കാര്യം ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, എന്റെ കെഫീൻ ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും. അപ്പൊ ഞാൻ അത് അന്ന് ഹാർഡ് കോർ കോഫി ലവർ, പണ്ട് ടീ ലവർ ആയിരുന്നു, എന്നിട്ട് കോഫി ലവർ ആയി. എനിക്ക് എന്ത് കാര്യം ഓണ ലോങ് റൺ ഞാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഐ എം ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. അപ്പൊ എനിക്ക് പാല്, ഡയറി പ്രൊഡക്ട്സ്, ഗീ ഒന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഭയങ്കര ബ്ലോട്ടിങ്ങും മറ്റേ സിസ്റ്റം മൊത്തം തകടം പറയില്ല അവസ്ഥ. അതുകൊണ്ട് ഞാനത് പിന്നീട് റിയലൈസ് ചെയ്തത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബ്ലാക്ക് ടീനെക്കാട്ടും കൂടുതൽ പിന്നെ ഇഷ്ടം തുടങ്ങിയത് ബ്ലാക്ക് കോഫിയിലോട്ടായിരുന്നു. ഇപ്പോൾ വല്ല കഴിഞ്ഞ എനിക്ക് വെച്ചിട്ട് സിൻസ് 10 കൊല്ലമായിട്ട് ബ്ലാക്ക് കോഫി. ചായ കുടിക്കില്ല എന്നല്ല പറഞ്ഞത്, വല്ലപ്പോഴും. യു ആസ്ക് മീ വിച്ച് ഐ പ്രിഫർ ദ മോസ്റ്റ് coffee, black coffee. Any time of the day. So as a director you started 2012 തീവ്രം സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഞാനിവിടെ ചെന്ന ആൾക്കാർ പറയുന്ന എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ചാനൽസിലൊക്കെ വരുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ആ ഒരു എനിക്കൊന്ന് ഇപ്പോഴാണ് വന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഓക്കെ സൈക്കോ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ബേസിൽ. സോ ആ ഒരു ടൈമിൽ രൂപേഷിന്റെ മൈൻഡിൽ എങ്ങനെ ഒരു ഐഡിയ വന്നു, അതും ഡെബ്യൂട്ട് ആയിട്ട്? അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. സോ ആ സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വർക്കിംഗ് അവിടെ വാലിൽ നിന്നൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് എ കോൾ സെൻ്റർ എംപ്ലോയി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായൊരു സംഭവം. അപ്പം അന്ന് ഇപ്പോഴും ബാംഗ്ലൂർ ഭയങ്കര ആയിട്ട് പോകുന്നൊരു കാര്യമാണ്, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ്സ്, എന്താ പറയുക ഗ്രേവി ആയിട്ട് ഷിഫ്റ്റ്, രാത്രി 12 മണിക്കായിരിക്കും ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് ഗോസ് ഓൺ ടിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 o'clock. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടീനെ ക്യാബ് ഡ്രൈവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. ആൻഡ് ഷീ ഗെറ്റ്സ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് മർഡേർഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് അവിടെ നടന്നൊരു സംഭവം. സോ അപ്പോൾ ഇതിൻ്റെ ന്യൂസ് ആർട്ടിക്കിളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പേപ്പറിൽ വരാറുണ്ടായിരുന്നു. ഞാനത് കണ്ടുകൊണ്ടിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് ഇയാൾ ജയിലിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മേഴ്സി ബെയിൽ കിട്ടിയിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇയാളിപ്പം ഇപ്പോഴും ബാംഗ്ലൂർ ഓട്ടോ ഓടിച്ചോണ്ടത് ഇപ്പോഴും ഈ സ്റ്റിൽ ദെയർ. അതാ പറഞ്ഞത്. അതെന്താ കാര്യം വെച്ചിട്ട് മൂപ്പരുടെ ഭാര്യ ഹാൻഡിക്യാപ്ഡ്, വീട്ടിൽ ആരും ഇല്ല, അമ്മ വയസ്സായി, സോ ഇതൊക്കെ പറഞ്ഞിട്ട് മേഴ്സി ബെയിലിൻ്റെ ഇതിൽ ഇയാൾക്ക് ബെയിൽ കിട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റാണ് തീവ്രം. സോ അതാണ് ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഞാൻ ആ സിനിമയിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ആൻഡ് വൈ ബിക്കോസ് അത് ഇങ്ങനെ വേണം. ഇഫ് ജസ്റ്റിസ് ഇസ് നോട്ട് പ്രൊവൈഡ് പ്രോപ്പർലി ദെൻ യു വിൽ ടേക്ക് തിങ്സ് ഇൻ ഓൺ ഹാൻഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതാണ് സിനിമ. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർ സ്റ്റിൽ റിലവൻറ്റ്. ഇപ്പോഴും ഈ കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് ആരും കിട്ടുന്നില്ല. റേപ്പിസ്റ്റ് ആർ ഗെറ്റിംഗ് സ്കൗട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നു. അത് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ റിയാക്ഷൻ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും റിലവൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ആൾക്ക് ഡിസ്കസ് ചെയ്യുന്നു. സ്ക്രിപ്റ്റ് ചെയ്യുന്ന ലൈക്ക് സമയത്തൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ലൈക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രിപ്പറേഷൻ നമ്മൾ നമ്മുടെ മൈൻഡിൽ വെക്കല്ലോ. സുൽഖർ മൈൻഡിൽ ഉണ്ടായിരുന്നു? ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി ഞാൻ ആദ്യം ഇത് എഴുതി, ഞാൻ ചെറിയ ബഡ്ജറ്റ് ചെറിയ ആൾക്കാർ ചെയ്യാന്ന് ഞാൻ പോയി, പക്ഷെ നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ഷോർട്ട് ഫിലിമിലൊന്നും അങ്ങനെയല്ല ചെറിയ ബഡ്ജറ്റ് ചെറിയ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ട് മീറ്റിംഗ് പീപ്പിൾ, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞില്ല യു ഷുഡ് മേക്ക് ദിസ് മൂവി ദ സ്റ്റാർ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആരെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടായിരുന്നു.
അങ്ങനത്തെ ഒരു സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അൻവർ റഷീദ് ഇസ് മൈ മെന്റോർ, ഇസ് മൈ ഗോഡ് ഫാദർ, ഇസ് എ ബ്രദർ, ഇസ് എ ഫാദർ, എല്ലാം. അപ്പൊ അമ്പുക്ക ആ സമയത്ത് ഉസ്താദ് ഹോട്ടൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വേറൊരു ആക്ടറെ ചെയ്യാൻ വേണ്ടിയിരുന്നത്, പേര് പറയത്തില്ല. ലാസ്റ്റ് മിനിറ്റ് എന്താ പറയാ, മൂപ്പര് സ്കൂട്ടായി എന്റെ പടത്തിൽ ഓൺബോർഡ് വന്നു, എന്നിട്ട് അഡ്വാൻസ് വാങ്ങിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് മൂപ്പര് പടം വിട്ടു. അഡ്വാൻസ് ഭയങ്കര എഫക്ട് ചെയ്തു. അപ്പൊ ഞാൻ ഞാൻ പടം ചെയ്യില്ല, ഐ ഗോ ബാക്ക് ടു ബാംഗ്ലൂർ, ഗോ ബാക്ക് ടു ഞാൻ പോവാ. ഐ വാസ് പാക്കിംഗ് മൈ ബാഗ് റെഡി ടു ഗോ. ആ സമയത്താണ് പെട്ടെന്ന് അമ്പുക വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം നീ പിടിക്കാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞു. എടാ ഒരാളങ്ങനെ പണം വേണ്ടെന്ന് വെച്ചാൽ നിന്റെ പണം അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല, യു ഷുഡ് കീപ് ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ ആരും ട്രൈ എന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഞാൻ ദുൽഖറിനോട് പറഞ്ഞിട്ടുണ്ട് നീ പോയി കഥ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്പുക്ക വഴിയാണ് ഞാൻ ദുൽഖറിനെ പോയി കാണുന്നു. ദുൽഖറിനടുത്ത് സാധനം പറയുന്നു. ദുൽഖർ ഫസ്റ്റ് റൗണ്ടിലും കേട്ടോ കൈ വന്നു ചെയ്യാന്ന് പറഞ്ഞു. ഒറ്റ റൗണ്ടിൽ ഞാൻ ഒറ്റ മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ദ ഹോൾ ബൗണ്ട് സ്ക്രിപ്റ്റ്. അപ്പൊ ഞാൻ സിനിമ കാണുന്ന പോലെ നറേറ്റ് ചെയ്തത്. സോ ആ നറേഷനിൽ തന്നെ ദുൽഖറിന് മനസ്സിലായി എനിക്ക് പാടെടുത്ത് വെക്കാൻ അറിയാമെന്ന് മനസ്സിലായി. ആൻഡ് ഈസ് വെരി സപ്പോർട്ട്. അപ്പൊ ആ സമയത്ത് എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ പിന്നെ എക്സ്പെരിമെന്റ് ആണല്ലോ, അത് ദുൽഖർ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ വി മേഡ് ഷുവർ ദാറ്റ് വി റാപ്പ് ദ ഹോൾ മൂവി വിത്ത് ബഡ്ജറ്റ് ഓഫ് 2 crores. ആ പടം ഭയങ്കര പ്രോഫിറ്റാണ്. അതായത് പടം നഷ്ടം വന്നിട്ടില്ല. ഐ നോട്ട് സെയിങ് എ ഹ്യൂജ് സക്സസ്, ഭയങ്കര ഗ്രോസർ അങ്ങനെയൊന്നുമില്ല. ഒരു എനിക്ക് 20-30% പ്രോഫിറ്റ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോഴും മറ്റേ യൂട്യൂബ് റൂട്ട്സ് ഞാൻ ചെയ്തപ്പോഴും അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സർട്ടൻ ഒരു 1.5 crores ഉള്ളിൽ തീർത്തണം. അപ്പൊ അതും ഒരു 30-40% പ്രോഫിറ്റിലാണ് പടം തീർന്നത്. സോ അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഈ പ്ലാനിങ്ങും മാനേജ്മെന്റും ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ലോസ് വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇഫ് യു മേക്കിംഗ് എ ബഡ്ജറ്റ് ഓഫ് 15 to 20 crores ഉണ്ടോ, അത് ബ്രേക്ക് ഈവൻ ആയില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ ടോട്ടൽ ലോസ് ഓൾ ടുഗദർ. ചില സമയത്ത് നമുക്ക് റിസ്ക് എടുത്തേ പറ്റും. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ സബ്ജക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഈ സർട്ടൻ ബഡ്ജറ്റ് ഒന്നും എനിക്ക് അറിയാം, ബ്രേക്ക് ഈവൻ ആവും, ടെൻഷനൊന്നും ഇല്ല എന്ന്. സോ അങ്ങനെയാണ് തീവ്രത്തിന്റെ സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയാം. പിന്നെ ഹൗ ഹാപ്പി ഒന്ന് വർക്ക് ചെയ്ത ഡെബ്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്ത ആക്ടറിന്റെ ഡയറക്ഷൻ വർക്ക് ചെയ്തു. ഇപ്പോ പാൻ ഇന്ത്യൻ ആയിട്ട് പോകുന്നു, പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ഒരുപാട് ക്രോഡ്സുകൾ സമ്പാദിക്കുന്നു. നല്ല ലൈക്ക് ഹീസ് എ കൈൻഡസ്റ്റ് ആൻഡ് സ്റ്റാർഡ് നല്ല പോലെ കീപ്പ് അപ്പ് ചെയ്യാൻ അറിയുന്ന ഒരു ആക്ടറാണ്. ഹൗ ഹാപ്പി ടു സീ ദുൽഖർ. ഐ എം എക്സ്ട്രീംലി പ്രൗഡ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തുടങ്ങിയ സമയം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ദുൽഖറിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഉസ്താദോടുള്ള തേർഡ് മൂവിയാണ് തീവ്രം. ആ സമയത്ത് റിലേറ്റീവ്ലി ഈസ് എ ന്യൂ കമ്പർ. മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ബട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അതായത് എന്താ പറയാ, രണ്ട് ഡിഫറെന്റ് ആക്ടേഴ്സാണ്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ ദുൽഖർ മെയ്ഡ് എവറിത്തിങ് ഓൺ ഹിസ് ഓൺ വേ. ആൻഡ് മൂപ്പരുടെ ഒരു വേറൊരു ഐഡിയോളജിയിൽ സ്റ്റിക്ക് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആളാണ്. അത് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഹൗ ക്യാൻ സമ്മൺ ലൈക്ക് ദുൽഖർ ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് നോബഡി ഈസ് ഗോണ പ്രൊഡ്യൂസ് ലോക. ഇപ്പൊ ലോക എന്ന സിനിമ ഇത്രയും ഫിനാൻഷ്യലി ബാക്ക് ചെയ്യാൻ അത് ദുൽഖറിന്റെ വിഷൻ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ദുൽഖറിന്റെ വിഷൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, സേഫ് കളിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോക പോലെ സിനിമ നടക്കില്ല. പക്ഷേ എനിക്കറിയാം ഇപ്പം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ പൊതു അവസ്ഥയിൽ ഒരു സിനിമയുടെ ബിസിനസ് റിലീസിന് മുമ്പ് നടക്കുന്നില്ല. പ്രീ ബിസിനസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കൂട്ടി അതൊന്നും പോകുന്നില്ല. ആഫ്റ്റർ റിലീസാണ് ഇതെല്ലാം നടക്കാറ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ലോക എന്നൊരു സിനിമയ്ക്ക് ഇത്രയും ഐ തിങ്ക് 30 crores ബഡ്ജറ്റിൽ പടം ചെയ്യുമ്പോൾ ഒരു പ്രീ ബിസിനസ്സിൽ ഒന്നുമില്ല. എല്ലാവരും പേടിക്കൊന്നും മടിക്കും. മൂപ്പര് പറഞ്ഞു ഐ എം കോൺഫിഡന്റ് ഓഫ് ദ മൂവി റിലീസ് എടുക്കുന്നവർ അങ്ങനെ ലോക ഇറങ്ങുന്നു, കാരണം ബ്ലോക്ക് ബസ്റ്റർ ആകുന്നു, ക്രോസ് 200-300 crores. അപ്പൊ സി ദാറ്റ്സ് എ വിഷണറി കൈൻഡ് ഓഫ് തിങ്. അപ്പൊ ഇവിടെ എത്ര പേർക്ക് ആ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ഉണ്ടാവുമായിരിക്കും, ആരും പുൾ ഡൗൺ ചെയ്യുന്നില്ല. പക്ഷെ ദുൽഖർ ഇസ് എ ഹ്യൂജ് വിഷണറി. ആ വിഷന്റെ കാര്യത്തിൽ നമ്മൾ നമിച്ചേ വരും. വെരി ഹാപ്പി, വെരി പ്രൗഡ് ടു സീ ഹിസ് സക്സസ്. കയറി പോകുന്നതാണ്. എന്താ കാര്യം എന്ന് പറയും, ദുൽഖർ നാട്ടിലുണ്ടാവാറില്ല. കാരണം മൂപ്പര് നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിനായിരിക്കും, തിരിച്ച് വന്ന് അപ്പം തന്നെ തിരിച്ചു കാണില്ലേ. കാരണം മൂപ്പര് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഇപ്പോൾ ദുൽഖർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്ട്രീംലി ബിസി. സോ അതല്ല, ഞാൻ പിന്നെ അങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കാത്ത ഒരാളാണ്. കാണുമ്പോൾ അങ്ങനെയല്ല. എന്താ കാര്യം പറയോ, സി വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദേ ആർ ബിസി. അപ്പൊ നമ്മൾ വെറുതെ വിളിച്ചിട്ട് ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ പറയുമ്പോ ഇങ്ങോട്ട് കോൾ വിളിക്കുന്നു. ഇല്ല, ഞാനത് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു സൂരജ്, ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, സോ നമ്മൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ സൂരജ് എല്ലാ ദിവസവും
ചായ കുടിച്ചു, അല്ല ഒരാഴ്ചയിൽ പക്ഷേ ഹായ് ഹവ എന്ന് ഞാൻ ഡൂയിങ് ഗുഡ് എന്ന് പറയും. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച പിന്നെയും ഹായ് ഹവ എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ പ്രശ്നം. ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പീപ്പിൾ മൈ തിങ്ക് ദാറ്റ് ഐ ആം എക്സ്ട്രോവേർട്ട്. ആക്ച്വലി ഞാൻ കാണുമ്പോൾ ഐ എം എക്സ്ട്രോവേർട്ട്, പക്ഷേ deep inside I'm an introvert. Is that the reason why you're not following anyone in Instagram? Zero following ആണ്. അത് എന്റെ കാര്യം പറയാം, ഞാൻ സത്യം പറയുന്ന സംഭവം എന്താ വെച്ചാൽ ഞാൻ ഐ യൂസ് ടു ഫോളോ a lot of people. അതെ. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് കംപ്ലൈൻസ്, വൈ ആർ യു നോട്ട് ഫോളോയിങ് മീ, വൈ ഡിഡ് യു. അപ്പൊ എനിക്ക് അറിയില്ല, ചില സമയത്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക്കലി അൺഫോളോ ആവും. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഇസ് ഹാപ്പനിങ്. അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ചോദിച്ചു, അപ്പോൾ കംപ്ലൈൻസ് വരാൻ തുടങ്ങി. മനസ്സിലായ സിനിമയിലുള്ള ആൾക്കാർ തന്നെ വൈ ഡിഡ് യു നോട്ട് ഫോളോയിങ് മീ, വൈ ഡിഡ് യു അൺഫോളോ മീ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, പ്രശ്നം ഇത് അപ്പൊ എല്ലാവരും പ്രശ്നം ഹാപ്പി. ആൻഡ് അഗെയിൻ ഞാൻ ഈ മൂവി പ്രൊമോഷൻ സാധനങ്ങളും അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ഇടയ്ക്ക് മറ്റേ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഔട്ട് ബേസ്റ്റ് ഒക്കെ പണ്ട് ചെയ്യാൻ ഞാൻ നിർത്തി. പോയിന്റ്ലെസ്, ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ മാറ്റം സംഭവിക്കുമോ? ഇല്ല. പിന്നെ വെറുതെ കുറെ ആൾക്കാർ അപ്സെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ കുറെ പോസ്റ്റ് ഇടുന്നത് നോ പോയിന്റ്. കുറെ പേര് പറയുന്നുണ്ട് ലൈക് നമ്മുടെ ഈ വേൾഡ് മാറ്റണമെങ്കിൽ നമ്മൾ ഒരാളെ ചേഞ്ച് ആയാൽ മതി. അതെ, അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ പറയട്ടെ, നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും നല്ല കാര്യം. അപ്പം ഞാനത് സാധാരണ പറഞ്ഞപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഒബ്ലൈസ്ഡ് ടു എനി വൺ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ടേംസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ പറയുന്നത് പോലെ അപ്പോൾ എനിക്കൊരു ഓബ്ലിഗേഷനും ഇല്ല, ഒന്നുമില്ല. പിന്നെ മാത്രമല്ല ഈ പറയുന്നത് പോലെ എന്താ പറയുക, ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഇൻജസ്റ്റിസ് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു, ആൻഡ് ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഒന്നും ചെയ്യാൻ പറ്റും, ഐ ഡെഫിനറ്റ്ലി ഗോ ആൻഡ്. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പോകുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രീംലി പോയിന്റ്ലെസ്. അപ്പോൾ ദിസ് ഇസ് നോ പോയിന്റ് ഓൾസോ. അത് മാത്രമല്ല ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കിടന്നിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാര്യം പറയാം. അതായത് 2021 ഇലക്ഷൻ ഉണ്ടായത്. ഇലക്ഷൻ ഉണ്ടായി, ശൈലജ ടീച്ചറിനെ ഫേസ് വെച്ചുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ക്യാമ്പയിനിങ് നടത്തി. ശൈലജ ടീച്ചർ ജയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ശൈലജ ടീച്ചർ ലൈക്ക് എക്സെപ്ഷണൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. നമ്മൾ കൈയടിച്ചിട്ടുണ്ട്, മനസ്സിലായോ, കോവിഡിൻ്റെ സമയത്ത് നല്ലത്. പിന്നെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുക, അല്ലേ? എന്നാൽ ശൈലജ ടീച്ചർ മിനിസ്റ്ററായി. ഞാൻ റിയാക്ട് ചെയ്തു. ഐ എം നോട്ട് സെയിങ് ദ കറണ്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇസ് ബാഡ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചത് അവരുടെ പാർട്ടിക്കാരനെയും. അത് വേറെ പാർട്ടിക്കാരൊന്നുമല്ല. എന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ അതിന്റെ അടിയിൽ വന്നിട്ട് അതിന്റെ ബ്രൂട്ടലായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, തെറിവിളിക്കാൻ എനിക്ക് വിഷയമില്ല. ബിക്കോസ് ഫേസ്ലെസ് പീപ്പിൾ സേ എനിത്തിങ് ഐ ഡോണ്ട് കെയർ. അതാ പറയാം, എനിക്കത് വിഷയമല്ല. പക്ഷെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ വേറെ പാർട്ടിക്കാരല്ല, ഈ സെയിം പാർട്ടിക്കാർ. ഇവരുടെ തന്നെ ഏതാണ് പാർട്ടി, ആ പാർട്ടിക്കാരെ ചീത്ത വിളിക്കും. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി ഇറ്റ്സ് പോയിന്റ്ലെസ്. വാട്ട് ഇസ് എ പോയിന്റ്? അന്ന് മുതൽ പിന്നെ ഒന്നും റിയാക്ഷൻ അന്നില്ല, അതുണ്ട്. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആള് പോവാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. എനിക്ക് മനസ്സിലായ കാര്യമില്ല, ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി പോവുക, അത്രേ ഉള്ളൂ. പണം ഇപ്പോൾ ആകെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഫിലിം പ്രൊമോഷനും വാല്യൂഷനായിട്ട്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇഫ് യു ആസ്ക് മീ ഐ വിൽ നോട്ട് സേ എ വേർഡ് ഓൺ പൊളിറ്റിക്സ്, നത്തിങ് ഓൺ എന്താ പറയുക സോഷ്യോ പൊളിറ്റിക്കൽ പരിപാടി ഞാൻ തൊടില്ല ഞാൻ തീരുമാനിച്ചു. കാരണം ഇറ്റ്സ് നോ പോയിന്റ്. സി ടുമോറോ ഇഫ് ഐ ഹാവ് ക്രേസി എമൗണ്ട് ഓഫ് മണി ഐ വിൽ സ്റ്റാർട്ട് എൻ ജി ഒ. എനിക്ക് എൻ്റെ ആഗ്രഹം ഒരു അപ്പം അങ്ങനെ സോഷ്യൽ റിഫോർമിറ്റി ഞാൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാണ്ട് മറ്റേ സോഷ്യൽ മീഡിയ പോയിട്ട് ബൂ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പണ്ട് മുതലേ ഉണ്ട്. ആൻഡ് ഐ ആം ടെല്ലിങ് യു, ഒരുമാതിരിപ്പെട്ട എല്ലാ കാശുള്ള സ്റ്റാർസും സെലിബ്രിറ്റീസും എല്ലാവരും ദേ ഓൾ ഹാവ് ദെയർ എൻജിഒസ്. അത് പുറത്ത് ആരെ അറിയാത്തതെന്ന് വെച്ചാൽ ഇത് പുറത്ത് അറിയിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റും അവരുടേതായ അതേ പറഞ്ഞു, നമ്മളിപ്പോൾ ചാരിറ്റി ചെയ്യുമ്പോൾ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്രയും കാശില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡ് ബേറിൽ വെച്ചിരിക്കുകയാണ്. അതൊരു ഭാവിയിൽ ഒരെണ്ണം വേണം. എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ അപ്പൊ അങ്ങനെ ഞാൻ കുറെ സോഷ്യൽ റിഫോംസ് ഒക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് തിങ് അല്ലേ?
തീവ്രം സിനിമയില് ആക്ട്രസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഷിക മാം. സോ പിന്നെ നമ്മൾ കണ്ടത് ഷിക മാമോ? ഷിക ഷിക നായർ. ഷിക മാം ചേച്ചി. സോ ഷിക നായർ ഷികനെ അറിയോ? അറിയത്തില്ല. ഓ അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഷിക മാം. ഓക്കെ. അല്ല അങ്ങനെയല്ല, ഞാൻ സൂരജിനെ അറിയാന്ന് ചോദിച്ചു. ഞാൻ ഷിക ഫ്രം ഡയറക്ടറിന്റെ വർക്ക് ചെയ്ത ഷിക നായർ എന്ന് പറയാം. സോ ഷിക നായരെ നമ്മൾ കണ്ടതേ ഇല്ല. അത് ഞാൻ ചോദിട്ടെ, ഹൗ വാസ് ദ സെലക്ഷൻ പ്രോസസ്? എങ്ങനെ ഷിക്കാൻ എടുക്കാം? അങ്ങനെയല്ല എന്റെ കേസ് പറയും. അത് ഭയങ്കര, ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല. ഇതെന്ത് സംഭവം എന്ന് അറിയാം. അതായത് തീവ്രം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ 2 ആഴ്ച മാത്രമേ ഞങ്ങൾക്ക് സമയം കിട്ടുള്ളൂ പ്രീ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി. കാരണം എന്തൊക്കെ ഏഞ്ചല് ഇത് ദുൽഖർ ഇമ്മീഡിയറ്റ് എനിക്ക് ഡേറ്റ് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ദുൽഖർ കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഡ്രോപ്പ് ആയി പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റിലോ, ഇത് ജൂൺ അവസാനം അല്ല ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ദുൽഖറിനെ കാണുന്നത് കഥ പറയാൻ വേണ്ടി. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു പടം ഡ്രോപ്പായി. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു വെച്ചാൽ എനിക്കൊരു പടം ചെയ്ത് തന്നേ പറ്റും, അയാളെ ഒറ്റക്കാലം നിൽക്കുക. അപ്പം അപ്പോൾ എന്താ പറയുക, ജൂലൈയിൽ കാണുന്ന ഈ കഥ പറയുന്നത് എന്നോട് ആദ്യം ദുൽഖർ കേട്ടോ വെച്ചാൽ ഹൗ പ്ലേസ്ഡ് ആർ യു വിത്ത് ദ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഇസ് ബൗണ്ട് എന്ന് പറഞ്ഞു. ഐ റെഡി ടു ഷൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ റെഡി ടു ഷൂട്ട്. കെൻ യു ഷൂട്ട് ദ മന്ത് ഓഫ് ഓഗസ്റ്റ്? ഞാൻ കിട്ടിയ ചാൻസ് ഇല്ല, ഞാൻ എന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. ഇതെൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ മാറി മാറി. ചെറിയ ഷോർട്ട് സ്പാനിൽ നമ്മൾ പടം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ഡു ദ റൈറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഓഡീഷൻ ഒന്നും ഇല്ല ആ സമയത്ത്. നമ്മൾ ഷൂട്ട് കടകടാച്ച് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ അല്ലായിരുന്നെങ്കിൽ ഒക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഓഡിഷൻ ഒക്കെ വെച്ചിട്ടാണ് ആക്ടേഴ്സ് എടുക്കായിരുന്നത്. ഞാൻ എൻ്റെ ഓഡിഷൻ ഐ ഡു ഇൻ എ വെരി ഡിഫറെന്റ് വേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലം റെന്റ് ഔട്ട് ചെയ്യുക, ആൾക്കാരെ പിടിച്ചു വരുത്തുക, ഞാൻ ചെയ്യില്ല. ഞാൻ വാട്ട് ഐ ഡു ഇസ്, സീ ഇഫ് യു വോണ്ട് ആക്ട് ടുമോറോ, യു വോണ്ട് സെൻഡ് യു ഓഡിഷൻ തിങ്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാജ്കുമാർ റാവിൻ്റെ ഒരു ആക്ടിങ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ടൈപ്പ് ഇൻ യൂട്യൂബ് ഫൈൻഡ് ടു ദാറ്റ്. അയാൾ ഒരു ഡയലോഗ് പല ഇമോഷൻസിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ എല്ലാവർക്കും അയച്ചിട്ട് പറയും, നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് അയച്ചിടാൻ പറയും. എനി ഡയലോഗ് ഓഫ് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഇതിന് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞിട്ട് അത് ഈ പറയുന്ന ഇത്രയും ഇമോഷൻസിൽ ചെയ്തിട്ട് ഒന്ന് അയച്ചാൽ മതി. ദാറ്റ്സ് യു ഓഡീഷൻ. ആൻഡ് ഇഫ് ഐ സീ ദാറ്റ് ഐ നോ താങ്കൾക്ക് അഭിനയിക്കാൻ, സൂരജൻ അഭിനയിക്കാൻ അറിയാമെന്നെങ്കിൽ ഒറ്റ സാധനം കണ്ട് അറിയാൻ പറ്റും. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ സൂരജനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ആ ഒരു സർട്ടൻ ഇമോഷൻ കാണുമ്പോൾ എനിക്ക് പിടികിട്ടും. ദാറ്റ്സ് ഹൗ ഐ സെലക്ട് ആക്ടേഴ്സ്. അല്ലാണ്ട് വെറുതെ കുറെ ആൾക്കാരെ കൊണ്ട് നിർത്തുക, എന്തെങ്കിലും ചെയ്യൂ സിറ്റുവേഷൻ, ഞാൻ ചെയ്യില്ല. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. എന്താ കാര്യം എന്ന് അറിയോ, നമ്മൾ അതാ പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെ അല്ല ഒരാളെ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ അറിയാത്ത ആളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ എനിക്കറിയാം. സത്യം അതാ ഞാൻ പറഞ്ഞത്. ഐ ഡോണ്ട്, അതാണ് എനിക്കറിയില്ല. എനിക്ക് ആക്ടർ നീഡ്സ് ടു നോ ഹൗ ടു ആക്ട് റൈറ്റ്. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് ഞാൻ എന്ത് വിസ്മയം കാണിക്കാനാ? ജ്യൂസ് ചെയ്ത് എന്ത് ജ്യൂസ് ചെയ്ത് അഭിനയിക്കാൻ അറിയണ്ടേ? അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ എത്ര പറയുള്ളൂ, നിങ്ങൾ ഈ സാധനം ചെയ്തു തന്നാൽ ഐ സീ ദിസ് എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത് അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പം ഞാനപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് പക്ഷെ മിക്ക ഇത് ചെയ്യുന്നറിയോ, റീസെൻ്റ് ആയിട്ടുള്ള സംഭവം 4-5 പേര് എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു, ഞാൻ ഇത് ചെയ്തിട്ട് അയച്ചിടാന്ന് പറഞ്ഞു. ഈ സെയിം ഞാൻ ഈ സാധനം നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വീഡിയോ അയച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ പൊടി പോലും കാണാനില്ല, അൺഎക്സ്പ്രേ ആയി. ഇല്ല, അഭിനയിക്കാൻ അറിയാം. ഇവരുടെ വിചാരം എന്ന് പറയോ, അവിടെ വരിക നിൽക്കുക, കുറച്ച് ലൈൻസ് പറയാ, ഇവിടെ സൂപ്പർ സ്റ്റാർ മണി. അതല്ല ഞാൻ പറയട്ടെ, യു നീഡ് ടു സീ ദ കൈൻഡ് ഓഫ് എഫേർട്ട് ദീസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ദുൽഖർ സൽമാൻ, ടോവിനോ, പൃഥ്വിരാജ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാവരും the kind of effort they put into this whole thing for a character is huge. അതുകൊണ്ടാണ് അവർ ഇത്രയും നാളായിട്ട് പിടിച്ചു നോക്കിയിരുന്നത് ആസ് ആക്ടേഴ്സ്. അപ്പൊ പെട്ടെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ അങ്ങനെ അഭിനയിക്കണം എന്നല്ലേ. സോ അതാണ് I don't know what happened to her. പക്ഷെ ഈ ആ സിനിമ എനിക്ക് ശേഷം എനിക്ക് തോന്നിച്ചാൽ എന്റെ കേസ് പറഞ്ഞു, ലൈക്ക് ഐ സെഡ്, ഞാൻ ആരുടെടുത്തും ഫോളോ അപ്പും പരിപാടി ഞാൻ ചെയ്യാം. ഞാൻ കഴിഞ്ഞു, ഞാൻ പോയി. ഞാൻ പക്ഷെ ദുൽഖറിനെ കണ്ടിട്ടില്ല പറയാം. അല്ല കണ്ടു, കുറെ വർഷം അവിടെ പിടിച്ച് കണ്ടു. ഇല്ല, ഞാൻ എന്തൊക്കെയുണ്ട് സുഖല്ല, എത്ര നാളെ കണ്ടിട്ടില്ല, 2 മൂവി അങ്ങനെ ഞാൻ I have a script, I'll pitch it. മനസ്സിലായോ? Now it's become very impossible. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ തെലുങ്കും ഹിന്ദിയും ഒക്കെ ആയിട്ട് ഭീകര ലൈനപ്സും കാര്യങ്ങളും, ടൈം അത് വേറെ കാര്യം.
എനിക്ക് അങ്ങനത്തെ ഇപ്പം എന്ത് കേസുണ്ട്. എൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർസിന് വേണ്ടി പടം ചെയ്യാൻ എനിക്കറിയില്ല. എനിക്കല്ല, എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എൻ്റെ ഒരു വേൾഡ് ഉണ്ട്, ആ സിനിമ ആണ് ഞാൻ ചെയ്യുക. ആരെയാണ് നമുക്ക് നന്നായി കാസ്റ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ചെയ്യുള്ളൂ. ഐ ഡോണ്ട് നോ ഹൗ ടു പാക്കേജ് എ മൂവി ഫോർ എ സ്റ്റാർ ആൻഡ് കൈൻഡ് ഓഫ് തിങ്. സി ഇഫ് യു നോട്ടീസ് വൺ തിങ്, ഇപ്പോൾ ഐ ഡോണ്ട് നോ യു സീൻ ദിസ് മൂവി യൂട്യൂബ് ബ്രൂട്ടസ്. അപ്പോൾ അതിൽ മറ്റേ ടൊവിനോ, അന്ന് ടൊവിനോ ഇസ് നോട്ട് എ സ്റ്റാർ. മനസ്സിലായി? ഇപ്പോൾ ടൊവിനോ കൊണ്ട് എനിക്ക് ആ റോള് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ടൊവിനോ ചെയ്യില്ലെന്നല്ല വിഷയം, എനിക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനത്തെ റോൾ അവനോട് എപ്പോഴും എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അന്നും എന്നോട് പല പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ടൊവിനോനെ മാറ്റിയിട്ട് ഒരു സ്റ്റാറിന് ഇടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സ്റ്റാർഡം, ഇറ്റ് ഇസ് അബൌട്ട് സ്റ്റാർസിന് എല്ലായിടത്തും നോക്കണ്ട. ആ റോൾ ആർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞത് ടോവിനോക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയാം, ഹി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഹീസ് ഗോട്ട് എ ഹ്യൂജ് വെയിറ്റ് ഓൺ ഹിസ് ഹെഡ്, റൈറ്റ്? ദാറ്റ് ഇസ് സ്റ്റാർഡം. മനസ്സിലായോ? എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടോ, മമ്മൂക്ക കാതൽ എന്നുള്ള സിനിമയിൽ ഹി ആക്ട് ആസ് എ ഗേ. അത് ചില ആൾക്കാരുടെ ചിന്താഗതി വേറെ, ആൻഡ് ദേ മൈ ബി ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. പക്ഷെ എനിക്കറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ജിയോ ബേബിയോട് ചോദിക്കണം, അത് ഞാൻ പറയട്ടെ, അത് മമ്മൂക്കായുടെ കമ്മിറ്റ്മെന്റും ഡെയറിങ് അറ്റംപ്റ്റ് ആണ് കാതൽ നടന്നത്. അപ്പൊ ജിയോ ബേബിയുടെ ലക്കാന്ന് ഞാൻ പറയും. ജിയോ ബേബി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, പറഞ്ഞു നോക്കാം ചെയ്യട്ടെ, ഇതൊക്കെയായിരിക്കും ജിയോ എനിക്ക് അതിന് മുഖം. അപ്പൊ ജിയോന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ജിയോ വേറെ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ചെയ്തതുകൊണ്ട് അയ്യോ സിനിമയ്ക്ക് നല്ലതാ, ഒരു ഭയങ്കര നല്ലൊരു സിനിമ കണ്ടതിന്റെ ഫീലും ഉണ്ട്. സോ ഐ മീൻ ഇപ്പം എല്ലാ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ കേസുണ്ട്, ഞാൻ ഓഫ് ബീറ്റ് പടങ്ങൾ ചെയ്യില്ല. എനിക്ക് കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ സിനിമകൾ എപ്പോഴും ചെറുതാണ്. അപ്പോൾ എനിക്ക് സ്റ്റാറിനെല്ലാം കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ദാറ്റ് മൈറ്റ് ബാക്ക് ഫയർ ഓൾസോ. എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കുക ചില സമയത്തൊക്കെ. യൂട്യൂബ് റൂട്ടേഴ്സ് ലൈക്ക് ഫസ്റ്റ് സിനിമ കഴിയുന്നു, പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ സിനിമ എടുക്കുന്നത്. അത് തിങ് ഇസ് ലൈക്ക് ജോണർ ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ്. അതെങ്ങനെ? അല്ലെ, എന്താ കാര്യം വേറെ ഒന്നുമില്ല, തീവ്രം എക്സ്ട്രീംലി എന്താ പറയാ, മറ്റേ ഡാർക്ക് അതെന്താ കേസില്ല. സെക്കൻഡ് ഹാഫ് എന്താ പറയാ, ഞാൻ എന്താ പറയാ, ഐ ആക്ച്വലി സ്ക്രൂഡ് ഇറ്റ് തീവ്രത്തിൻ്റെ. എൻ്റെ റൈറ്റിങ്ങിന്റെ കുറെ പ്രശ്നങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് കോമഡി വർക്ക് ആയില്ല, ഒന്നും ആയില്ല. കാരണം അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ത്രില്ലർ ഒരു ഹൈ പോയിന്റിൽ നിർത്തിയിട്ട് പെട്ടെന്ന് എന്താ പറയുക കുറെ കോമഡിയും സാധനങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. സോ ആ ഒരു എനിക്ക് തോന്നുന്നു ഈ നായിക മരിക്കുന്നത് വരെ ഭയങ്കര ഗോലായിരുന്നു തിയേറ്ററിൽ. തിയേറ്റർ ഭയങ്കര ഗോലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാം തിയേറ്ററിൽ പോയിട്ട് ഗോല് കേട്ടിട്ടാണ്. കാരണം ഇന്റർവ്യൂവിന് നല്ല കൈയടി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ടിൽ ദ ഹീറോയിൻ ഡൈസ് അതുവരെ നല്ല ഗോലായിരുന്നു. കാരണം ഈ ഹ്യൂമർ വർക്കായില്ല, ഒന്നും വർക്കായില്ല, സ്വന്തം. പക്ഷെ ഒരു പ്രാവശ്യം ദ ഹീറോയിൻ ഡൈഡ് ആൻഡ് ദ ഹീറോ ആ സാധനം അവിടെ നിന്നൊരു കൈയടി തുടങ്ങി, ബ്ലാസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് അപ്പം മനസ്സിലായത് എന്റെ തെറ്റാണ്. I screwed it up on the screenplay front. പ്ലേസ്മെന്റിന്റെ പ്രശ്നം. എന്റെ റൈറ്റിംഗ് ഹ്യൂമർ വാസ് വെരി ബാഡ്, ഓവർ ദ ടോപ്പ് ആയിരുന്നു ശരിക്കും. ഞാൻ പറയട്ടെ, അപ്പൊ എനിക്ക് ആ പടം കഴിഞ്ഞപ്പോൾ ഐ നോ ഐ എം വെരി ഗുഡ് ഇൻ കോമഡി, ഐ എം എക്സ്ട്രീംലി ഗുഡ് ഇൻ കോമഡി എന്ന് എനിക്ക് വന്നിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇരുന്ന് എഴുതി ബ്രൂട്ടസ് ഉണ്ടാക്കി. ബ്രൂട്ടസ് അഗൈൻ ഇസ് അനദർ എക്സ്പെരിമെന്റ്. വൈ? ബിക്കോസ് അത് ആന്തോളജി ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഐ വാണ്ടഡ് ടു ലുക്ക് ലൈക്ക് വൺ ഫിലിം. മനസ്സിലായി? ഐ വോണ്ട് ടു ലുക്ക് ലൈക്ക് വൺ ഫിലിം. അപ്പോൾ ഞാൻ പല മൾട്ടിപ്പിൾ സ്റ്റോറീസ് എടുത്തിട്ട് ഒരൊറ്റ സിനിമയാക്കി. അപ്പോൾ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എന്റർടൈനറാണ് തീരുമാനിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ ടോവിനോ സ്റ്റാർ അല്ല, അത് ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ, ശ്രീനേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അനുമോഹൻ, ഇവരാരും സ്റ്റാർസ് അല്ല, അവർക്ക് ഇപ്പോഴുള്ള പേരും ഇല്ല, അന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇത് എന്താ പറയുക ബാങ്ക് റോൾ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. വി ഓൾ ബാക്ക്ഡ് ഓഫ്. അപ്പം ഞാൻ അപ്പോൾ ടോവിനോനെ മാറ്റുന്നു പറഞ്ഞു. ഞാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുകയാണെങ്കിൽ അവൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അവസാനം അത് 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്കും കൂടി എഴുതിയിട്ട് ഒരാളെ കൂടി കൊണ്ടുവരണം, എന്നാലേ പടം ഇറക്കുള്ളൂ. അങ്ങനെയാണ് ഒരു ട്രാക്കും കൂടി എഴുതി ആസഫിനെ ഹണി റോസിനും കൊണ്ടിട്ടിട്ട് ഞാൻ അങ്ങനെ പടം ഓണായത്. ഇഫ് യു ആസ്ക് മീ, എനിക്ക് ഭയങ്കര ആ സിനിമ എങ്ങനെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞാൻ കയറി കണ്ടു. എല്ലായിടത്തും പൊട്ടിച്ചിരി വെരി സാറ്റിസ്ഫൈഡ്. കാരണം എനിക്ക് പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു. എക്സാക്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് വെരി സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ്. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഇറ്റ് ഇസ് മൈ ഫേവറേറ്റ് ഫിലിം. എൻ്റെ ഒരു ഫിലിം മേക്കർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് യൂട്യൂബ് റൂട്ടസ്. അത് പിന്നെ മാത്രമല്ല ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് ഫിലിം. കാരണം ടെക്നിക്കലി സ്ലീക്ക് ആയിരുന്നു ഇവിടെ. അത് 10 കൊല്ലമായി പടം.
ഏതൊരു ടൈമിൽ അത് പ്ലേസ് ചെയ്താലും കാരണം ഇപ്പൊ ഞാൻ തീവ്രം എന്ന് പറഞ്ഞ തീവ്രം മോർ ദാൻ 10 years 13 കൊല്ലായി തീവ്രം. യൂട്യൂബ് റൂട്ടേഴ്സ് 10 കൊല്ലായി. സ്റ്റിൽ വൈ പീപ്പിൾ ഫീൽ സ്റ്റിൽ റെലവൻറ്റ് ബിക്കോസ് സ്റ്റിൽ ഹാപ്പനിങ് ഇൻ അതർ ടൈം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, യൂട്യൂബ് റൂട്ടേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ ചതിയാണ് മെയിൻ. ഞാനത് ഹ്യൂമറായിട്ട് ഞാൻ പറഞ്ഞു. ചതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ മറ്റേത് മറിച്ചത് ചതി എല്ലാം ചതി ഗോൾഡൻ ചതി. അപ്പൊ പക്ഷെ ഐ വോണ്ട് ടു സേ ദാറ്റ് ഇൻ എ വെരി ഫണി വേ ആൻഡ് ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. പക്ഷെ അന്നത്തെ ആൾക്കാർ ഇത് ഓപ്പൺലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. സത്യം. സി ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, അതായത് ഒരു ഭയങ്കര തമാശയുണ്ട്. എൻ്റെ എനിക്ക് അറിയുന്ന ഒരു ഫാമിലി, എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടും എനിക്കറിയാം. ഇവർ രണ്ടിനും തിയേറ്ററിൽ സിനിമ കണ്ട് അവർ ഇറങ്ങി പോകുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ നോക്കിയിട്ട് ഒരു കലിപ്പോടെ നോക്കിയിട്ട് എന്തോന്നടാ ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോയി. ഭാര്യയാണെന്നുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഭാര്യ ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇറ്റ്സ് ക്ലിയർ ഓൺ ദ ഫേസ്. രാത്രിയായപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ചിരിക്കുന്നത്, അതെ അവളുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഞാനിത് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ അവളെന്നെ സംശയിക്കും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. സോ ഹി ലൈക്ഡ് ഇറ്റ്. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഭാര്യ കൂടെ ഉള്ളത് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാത്തത് പറയും. നെക്സ്റ്റ് ഡേ ഇവൻ ഓഫീസിൽ പോയപ്പോൾ ഭാര്യ എന്നെ വിളിച്ചിരിക്കുന്നത്, ചേട്ടാ ഞാൻ സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് വെച്ചിട്ട് ഞാൻ പറയാണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാപ്പ 10 കൊല്ലം മുമ്പ് എല്ലാവർക്കും മറ്റൊരു ടാബു ആണല്ലോ ഇത്. ഇപ്പൊ എന്ത് ടാബു? ഇപ്പൊ എവിടെ നോക്കിയാലും ഞാൻ ഡിവോഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഓൺ ദ റൂഫ് എല്ലാവരും. അപ്പൊ ഇപ്പോ ഒന്നും ടാബു അല്ല, ആ മൈൻഡ് സെറ്റ് മാറി. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഓപ്പൺലി യൂട്യൂബ് റൂട്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ ലൈക് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ലൈക് ഹണി റോസ് ആവട്ടെ, ആസിഫ് അലി ആവട്ടെ, ടൊവിനോ ആവട്ടെ, ദുൽഖർ ആവട്ടെ. സോ അവരുടെ അന്നത്തെ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഓക്കെ ദി ഹാവ് ദിസ് പൊട്ടൻഷ്യൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇതിൽ ഈ ഒരു സ്റ്റാർഡം അവർക്ക് കിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്? അല്ല, ചെയ്യുന്ന കാര്യം പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരൊക്കെ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ടൊവിനോ ആയിക്കോട്ടെ ആസിഫ് ആയിക്കോട്ടെ, ദ എമൗണ്ട് ഓഫ് വർക്ക് ദേ പുട്ട് ഇൻ ഇസ് ഹ്യൂജ്. അവർ ഭയങ്കര എഫേർട്ട് വരും. അവരുടെ ക്രാഫ്റ്റ്. ഞാൻ ഒരു വർഷം ഞെട്ടിയെന്ന് വെച്ചാൽ ആസിഫ് അലി ഏതൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ടു എ ബ്രേക്ക് ആൻഡ് ഹി അറ്റൻഡഡ് ആക്ടിങ് വർക്ക്ഷോപ്പ് റിവൈവ് ചെയ്യാൻ വേണ്ടി, വിച്ച് വെരി ബ്രില്യൻ തിങ് ടു ഡു. കാരണം ആരും ചെയ്യാറില്ല. കാരണം ആസിഫ് അലി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ബിക്കോസ് ഹി വാണ്ട്സ് ടു മോർ ടഫർ റോൾ, മോർ ഇമോഷൻ ചാലഞ്ച്. അതിനുശേഷമാണ് ഇദ്ദേഹം പോയിട്ട് മറ്റേ എന്താ പറയുക കെട്ടിയോളാറിൻ്റെ മാലാക അങ്ങനത്തെ കുറച്ച് സിനിമ ചെയ്തത്. സോ യു ക്യാൻ സീ എ ഹ്യൂജ് കരിയർ. അഭിനയത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കയറും മാറും ചെയ്തു. സോ ഐ ആം സെയിങ്. അപ്പോൾ അത് ആസിഫിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈവൻ ടൊവിനോ വരെ ഐ ഡോണ്ട് നോ പേഴ്സണലി, പക്ഷേ ദേ ഹാവ് ഓൾ ഹാവ് പുട്ട് ഇൻ ദ ഹാർഡ് വർക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർസായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട് സ്റ്റാർഡം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗെയിൻ സ്റ്റാർഡം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആക്ടേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മറ്റേ അവർ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു എന്താ പറയുക ബി അപ്ഡേറ്റഡ് ഓൾ ദ ടൈം, റൈറ്റ്? ഇങ്ങനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കേട്ടോ, ഞാൻ ചെയ്തു. അത് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. അതിന്റെ കുറച്ച് ഷൂട്ട് കഴിഞ്ഞു, ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നെക്സ്റ്റ് ഇയർ, സം ടൈം നെക്സ്റ്റ് ഇയർ റിലീസ്. ഇനി എനിക്കിഷ്ടമുള്ള ആക്ടേഴ്സിനെ ഇനി ചെയ്യാനാണെങ്കിൽ ഒരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാണെങ്കിൽ ഏത് ആക്ടറിനെ വെച്ച് പടം ചെയ്യും? വേറൊരു പുതിയ പടം. എനിക്ക് അങ്ങനെ എല്ലാവരും ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എല്ലാവർക്കും വേണ്ട സ്ക്രിപ്റ്റ് വരും, പക്ഷെ ഇവർക്കാർക്കും ഡേറ്റ് ഇല്ല. എന്റെ കേസിൽ ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല. ഐ എം ഹാപ്പി ദാറ്റ് ഓൾ ആക്ടേഴ്സ് ആർ എക്സ്ട്രീംലി ബിസി. എന്താ കേസ് പറയാം, ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, എൻ്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു എക്സ് ആക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ പിച്ച് ചെയ്യാം, മറണമെന്ന് ചെയ്യാം. പക്ഷെ ഇപ്പോൾ അടുത്ത 2.5 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ല. 3 കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാം. ഈ 3 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇതേ ഫ്ലേവറിൽ ഏതെങ്കിലും പടം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞ ജീവിതത്തിലുള്ള കാര്യമുണ്ടോ, കാരണം അതേപോലെ പടം വന്നേക്കാൾ പോയില്ല. സോ വാട്ട് ഡു വി ഡു? അത് വലിയൊരു പ്രശ്നമാണ്. അതങ്ങനെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ പറയണം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല സിനിമ എനിക്കറിയാം. അപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ന്യൂ ആക്ടേഴ്സ്, ന്യൂ ടാലൻസ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ചെറിയ ബഡ്ജറ്റ് പരിപാടി ചെയ്യാൻ. ചിലപ്പോൾ തിയേറ്റർ റിലീസ് ആയിരിക്കില്ല, ഐ മൈ ഡയറക്ട്ലി റിലീസ് ഇൻ OTT. ക്ലിക്ക് വ്യൂ, പേപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് വയ്ക്കും. കാരണം അതാണ് ബഡ്ജറ്റ് വലുതാവുമ്പോൾ റിസ്ക് ഉണ്ടോ. ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അതാണ് ഇപ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ ആൾക്കാർ വരണം, അവർക്ക് എന്താ പറയുക ഷോ ടൈമിങ്സ് വേണം, സോ അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലോട്ട് പടം കയറി പോകാനുള്ള ഗ്യാപ്പ് ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടിയെന്ന് വരില്ല.
അതിനെക്കാട്ടും നല്ല ഗോ ഡിജിറ്റൽ. ഞാനിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിജിറ്റലിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ത് കാര്യം എന്ന് പറയുമോ, എനിക്ക് ഐ വോണ്ട് ടെൽ മൈ സ്റ്റോറീസ് സംഭവം. എൻ്റെ കഥകൾ സിനിമയായിട്ട് വിഷ്വലൈസ് ചെയ്ത് എനിക്ക് കാണിക്കണം. ദാറ്റ്സ് മൈ ഓൺലി അജണ്ട. അപ്പോൾ ഇതിപ്പം തിയേറ്റർ അല്ലാതെ ഡിജിറ്റൽ ഓക്കെ ഞാൻ ചെയ്യും. എനിക്ക് കാർത്തിക് ശങ്കറിൻ്റെ ഒക്കെ വർക്ക്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം അവൻ എല്ലാ ആഴ്ചയും അവന് തോന്നുന്ന സാധനം എഴുതും. അത് എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ സിനിമയുടെ ക്വാളിറ്റി ഉണ്ട്. സിനിമ അവൻ ഹീ ഷൂട്ടിങ് മോസ്റ്റ് ഓഫ് തിങ്സ് ഇൻ FX3 വെച്ച് സിനിമ അവർ ചെയ്ത് തിയേറ്ററിൽ കാണിക്കാൻ തുടങ്ങിയ ആൾക്കാർ. ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ കാർത്തി ശങ്കറിൻ്റെ അടുത്ത് കൊട്ടും അസൂയ. ഇറ്റ്സ് വെരി മൾട്ടി ടാലന്റ് ഗൈ. കാരണം വെച്ചാൽ എഴുതും, സംവിധാനം ചെയ്യും, അഭിനയിക്കും, പാടും, മ്യൂസിക് ചെയ്യും, സൗണ്ട് മിക്സ് ചെയ്യും. ഹി നോസ് എവറിത്തിങ്. ക്യാമറ വരെ ഓപ്പറേറ്റ് ചെയ്യും. അസൂയ ഇൻ എ ഗുഡ് വേ. ആസ് ആൻ ആക്ടർ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡയറക്ടേഴ്സ് ആർ നോട്ട് യൂസിങ് മീ, അങ്ങനെ എപ്പോഴെങ്കിലും ഞാനൊരു അണ്ടർറേറ്റഡ് ആണ് അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല. കുറച്ച് എന്താ കേസ് പറയാം, എനിക്ക് അറിയില്ല. ആസ് യു സെഡ്, ഞാൻ ഐ ഡോണ്ട് പുട്ട് മൈ സെൽഫ് ഔട്ട് ദെയർ ടു മച്ച്. ഞാൻ ഇതുവരെ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് വെച്ച് ഞാൻ വിളിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് എനിക്ക് കഥ പറയാനുണ്ട്, എനിക്ക് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുന്നല്ലാതെ ഞാൻ പറയാം എനിക്ക് ചാൻസ് വരും അഭിനയിക്കാൻ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാരോട് ചോദിച്ചിട്ടില്ല. സത്യം. അത് ഞാൻ ഐ എം നോട്ട് വെരി പ്രൗഡ് അബൌട്ട് ദിസ്. ഐ ഷുഡ് ബി കോളിംഗ് അപ്പ് എവരി വൺ ആൻഡ് ടെൽ ദം ഐ വോണ്ട് ടു ആക്ട്, ഗിവ് മി എ ചാൻസ് ടു ആക്ട് ഇൻ യുവർ നെക്സ്റ്റ് മൂവി എന്ന് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ ചോദ്യം എനിക്ക് തോന്നില്ല. അല്ല, പ്രസ്റ്റീജ് ഒന്നും അല്ല. ബിക്കോസ് എന്താ കാര്യം എന്ന് അറിയോ, എനിക്ക് അഭിനയിക്കാൻ താല്പര്യം എന്നല്ല. ഇപ്പൊ എനിക്ക് നല്ല ഡയറക്ടേഴ്സ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്ന എല്ലാവരും ഈ ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സും പുതിയ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സും അവരൊക്കെയാണ്. അവരാരും മോശമെന്നല്ല പറയണം. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ കുഞ്ഞൽദോ എന്നൊരു സിനിമയിൽ 3 സീനിൽ അഭിനയിച്ചിട്ടുണ്ടോ. എനിക്ക് ഇറ്റ് വാസ് എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ. 3 സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പറയണം. അപ്പം ഞാൻ പക്ഷേ ചാൻസ് വെച്ച് വിളിക്കാത്തത് അഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. കാരണം ഞാൻ 24 മണിക്കൂർ ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യാൻ. അപ്പം എന്നെ അറിയും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹുഡു എന്നൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ എന്താ അനുഷ് മോഹൻ, വത്സൽ ക്ലബിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളയാവ് ചെറിയ പടം ചെയ്യുന്നുണ്ട്, കാശൊന്നും ഇല്ല, ഒന്ന് ചെയ്യുന്നു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. മൂവി വാസ് മെയ്ഡ് ഓൺ എ ബഡ്ജറ്റ് ഓഫ് 5 lakhs. 5 ലക്ഷത്തിന് പടം മൊത്തം ചെയ്തു തീർത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വത്സര ക്ലബിന്റെ സമയത്ത് പിന്നെ അനുഷ് വിളിച്ചു, ആളെ ഞാൻ അടുത്ത് പടം ചെയ്യാൻ പോവാ, ഞാൻ പറയാം കാശുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കാശൊക്കെ തരാം, ആളെ വാങ്ങുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ കാശും കിട്ടി, ഞാൻ അഭിനയിച്ചു. എഗെയിൻ അനുഷിൻ്റെ കൂടെ 2ാമത്തെ പടം. സോ ഐ നോ ഹൗ ഹി വർക്ക്സ്. വെരി സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഇപ്പം ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. എന്ത് പറയാ, ഇവിടെ കുറെ ഇയേഴ്സ് ആയി പിടിച്ചു നിൽക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ടു സസ്റ്റെയിൻ. സ്പെഷ്യലി മെന്റലി നമുക്ക് അവോയ്ഡിങ് വരും. ബാഡ് കോമന്റ്സ് പോട്ടെ, ലൈക്ക് എവറി ജോബ് അല്ലെങ്കിൽ എവറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഫേസ് ചെയ്യണം. ഫ്രം ഇൻ ദ സെൻസ് ഓഫ് ലൈക്ക് ഇപ്പോൾ ഓഡിയൻസിന്റെ കൈ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഓഡിയൻസ് ചില നമ്മുടെ ഡയറക്ഷൻ ആവട്ടെ, ആക്ടിങ് ആവട്ടെ, മേ ബി വർക്ക് ആവത്തില്ല ഓഡിയൻസിനായിട്ട്. അത് ഓഡിയൻസ് നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം. പക്ഷെ ഹാവ് യു എവർ ഫീൽ എനിക്ക് വേണ്ട, എനിക്ക് മടുത്തു ലീവിംഗ് ഫ്രം ദിസ് ഡിപ്പാർട്ട്മെന്റ്? എപ്പോഴെങ്കിലും രൂപേഷ് ആസ് എ പേഴ്സൺ തോന്നിയിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കുന്ന കാര്യം, എല്ലാ ദിവസവും നിർത്തി പോവാ മതിയായിരിക്കും. ഓക്കെ, അങ്ങനെ അല്ല. അത് പക്ഷേ ഈ ഓഡിയൻസിന്റെ കാര്യം കൊണ്ടല്ല, ഓഡിയൻസിന്റെ കാര്യം കൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് എന്താ പറയാ, ഞാൻ കുറെ ട്രൈ ചെയ്യും. പക്ഷെ നടക്കാണ്ടാവുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയാം, ഒരു ഒറ്റ അർത്ഥത്തിന് പ്രൊഫഷണലിസം എന്നുള്ള സാധനം അറിയില്ല. എൻ്റെ കേസ് ഞാൻ കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ സൂരജൊക്കെ സേൽസ് എനിക്കൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്തു അഭിനയിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഐ എം എ ഹ്യൂജ് സ്റ്റാർ. അപ്പോൾ യു കം ആൻഡ് പിച്ച് എ സ്ക്രിപ്റ്റും. അപ്പം ഞാനത് കേട്ടിട്ട് ഞാൻ പറയാണ്, ഞാൻ ആലോചിക്കട്ടെ. പിന്നെ അടുത്ത ഒരു കൊല്ലത്തേക്ക് ഒരു വിവരമുണ്ടോ, വിളിച്ചാലും ഫോൺ ബില്ല് ഒന്നുമില്ല. ദേ കാൻ സേ നോ ടു യു. വൈ? ബിക്കോസ് ഇപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങാനും സൂരജ് പോയി ഇത് പടമാക്കി വലിയ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂരജ് ഒരിക്കലും ഞാൻ നോ എന്ന് പറഞ്ഞാൽ അടുത്ത് വരില്ലല്ലോ പേടിച്ചിട്ടാണ്. പക്ഷേ ഈ അണ്ണന്മാരെന്ന് ചിന്തിക്കാമെന്ന് പറയുമോ, ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ കാണിച്ചു, ഇപ്പോൾ സൂരജ് വലിയ സ്റ്റാറാണെന്ന് നോക്കി ഞാൻ അപ്രോച്ച് ചെയ്തു. യു ആർ നോട്ട് സെയിങ് നോ ഓ യെസ്, നത്തിങ്, ജസ്റ്റ് വാനിഷ്ഡ് ഓഫ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആ പടം ചെയ്ത് ഭയങ്കര ഹിറ്റ് അടിച്ചു. ഡു യു തിങ്ക് ഐ വിൽ കം ബാക്ക് ടു യു അഗൈൻ? No, I will never come back to you. അത് ഈ മണ്ടന്മാർക്ക് ചിന്തിക്കാതെ എപ്പോഴും ആലോചിക്കൂ അല്ലേ? സേ യെസ് ഓർ നോ. ഞാൻ കാര്യത്തിൽ ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ എന്താ പറയുക പൃഥ്വിരാജ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം വെച്ചാൽ മുമ്പ് ഒരു കാര്യം പറയും, ഫേസ് ടു ഫേസ് പറയും, രൂപേഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഐ ആം സോറി, ഐ ആം നോട്ട് ഡൂയിങ് ദിസ്, കഴിഞ്ഞു. അതാ ഇപ്പം മറ്റേ വിനീത് ശ്രീനിവാസനെ ഷുഗർ കോട്ട് ചെയ്ത് ഞാൻ ചെയ്യില്ല, വേണ്ട, അറ്റ്ലീസ്റ്റ് പറയുമല്ലോ. ദാറ്റ്സ് ദ പോയിന്റ്.
പ്രൊഫഷണലിസം എന്ന സാധനം ചിലവന്മാർ ഒരൊറ്റ മുങ്ങും. പിന്നെ കാണില്ല, വിളിക്കില്ല, റെസ്പോൺസില്ല, ഒന്നുമില്ല. സോ പ്രൊഫഷണലിസം എന്നുള്ള സംഭവം ഇല്ലാത്തതിൻ്റെ വലിയൊരു അതുകൊണ്ട് എൻ്റെ പണി നിർത്തി പോയാലോ ഞാൻ പല വർഷം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അഗെയിൻ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആവും. പക്ഷെ ഐ ഡിസൈഡ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, തിങ്കിങ് ഓഫ് ഗോയിങ് ഇൻ എ ഡിജിറ്റൽ വേ എന്ന്. അപ്പോൾ ആ സമയത്ത് ഐ ക്യാൻ എക്സ്പ്ലോർ വിത്ത് ന്യൂ ആക്ടേഴ്സ്, ന്യൂ ടെക്നീഷ്യൻസ്, സർട്ടൺ ബഡ്ജറ്റിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ബിഗ് ഡീൽ, ഐ മൈറ്റ് ഡു ഇറ്റ്. Who's your biggest supporter? ആരില്ല. I am my biggest supporter. Yourself, and I have friends. Yeah. There are people from when I extremely hit rock bottom. ഉണ്ട് 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം ശരിയാവും, പേടിക്കണ്ട. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് ടു പുഷ് യുവർ സെൽഫ് ഹിയർ. Definitely. അത്രയേ ഉള്ളൂ. സോ എഗെയിൻ പിന്നെ ഐ ഹാവ് റീച്ച്ഡ് ദാറ്റ് പോയിന്റ് വേർ നത്തിങ് മാറ്റേഴ്സ് ടു ബി. ആ ലൈൻ എത്തി. എന്താ കാര്യം വെച്ചിട്ടേ എത്തിച്ചതാണോ ആരും എത്തിക്കേണ്ട കാര്യം തന്നെ. ഐ റീച്ച് ദാറ്റ് പോയിന്റ്. കാരണം വെച്ചാൽ എന്താ കേസില് assume that അപ്പം നല്ല let's see I see incredible success. What's the fucking point? അപ്പം ഞാനിത് അടുത്ത ചിലപ്പോൾ ബിഗസ്റ്റ് ഫെയിലിയർ ആയിരിക്കും. സോ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മൂഡില്ല, സെൻ മൂഡിലേക്ക് ഞാൻ ഇപ്പോൾ നത്തിങ് ഗോണ എഫക്ട് മീ. ആ ഒരു ചിന്തയായിരിക്കും ഇപ്പോൾ. ഡെഫിനറ്റ്ലി നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് എപ്പോഴെങ്കിലും വീക്ക് പോയിന്റ് ഒക്കെ വരും. As a human, breakdowns of so what makes you weak? Rubeshna as a person, what makes you weak? See, what makes me weak is like എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഞാൻ വീക്കാവും. അല്ലെങ്കിൽ ഞാൻ ആയിട്ട് പോട്ടെ. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നമ്മൾ ഈ മറ്റേ എക്സ്ട്രീംസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഐ ആം 40 years old, 40+. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ 40+ yearsൽ ഞാൻ എക്സ്ട്രീംസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സക്സസും കണ്ടു, എക്സ്ട്രീം എന്താ പറയുക ലോവും കണ്ടു, എല്ലാം കണ്ടു. വൺസ് യു സീൻ എവറിത്തിങ്, നാളെ ഇത് ഇനി ഒരു സൈക്കിൾ ഓവർ പിന്നെയും സക്സസ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എഫക്ട് മീ ബിക്കോസ് ഐ സീൻ വേഴ്സ്റ്റ്. ഇഫ് ഐ കീപ് സീയിങ് വേഴ്സ്റ്റ്, വാട്ട് ക്യാൻ വേഴ്സ്റ്റ് ക്യാൻ ഹാപ്പൻ എന്ന് ആലോചിക്കും. നീ എന്ത് ദുരന്തം നമുക്ക് കഴിഞ്ഞെന്ന് അപ്പം ഞാൻ എനിക്കിപ്പോൾ കാണുന്ന ചില മറ്റേ ചെറിയ ലെറ്റ്സ് സേ യങ്സ്റ്റേഴ്സ് ഇൻക്രെഡിബിൾ സക്സസ് കാണുമ്പോൾ എനിക്ക് ഇഫ് ഐ ഹാവ് എൻ ഓപ്ഷൻ, ഇതിലൂടെ അവർ കേൾക്കുകയാണെങ്കിൽ കേട്ടെ ഒന്നും പറഞ്ഞതല്ല. You see incredible success right now, it's not permanent. It is not permanent. You see incredible failure now, it's not permanent. ഒന്നും പറഞ്ഞില്ല. But what you can do is you can have a goal and work towards the goal. I have a goal. 20 years down the line, this is my goal എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എയിം പിടിച്ചിട്ട് ഞാൻ പോകാൻ പോകും ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സക്സസ് ഉണ്ടോ ഫെയിലിയർ ഉണ്ടോ, സക്സസ് ഉണ്ടോ ഫെയിലിയർ ഉണ്ടോ, ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ യു നീഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ, റൈറ്റ്? ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും ഇല്ല. എനിക്ക് കഥകൾ പറയാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ ചെയ്യും. സോ ഐ ഹാവ് സെറ്റ് എ ന്യൂ ഗോൾ വിത്ത് മീ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ പോക്കില്ല എൻ്റെ യാത്ര. സോ ഐ ആം സാധാരണ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ സക്സസ്സോ ഫെയിലും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അത് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. ഒന്നും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് പുനീത് രാജ്കുമാർ? എനിക്കറിയില്ല, കാരണം എല്ലാ കമന്റ് നോക്കിയാലും രൂപേഷ് ഇന്റർവ്യൂടെ താഴെ ഹി ലുക്സ് ലൈക്ക് പുനീത് രാജ്കുമാർ. കറക്റ്റ് ഞാൻ പുനീത് രാജ്കുമാർ ആണെന്ന് വിചാരിച്ചു. അവരുടെ കുടുംബക്കാരെ പറഞ്ഞ് എന്നെ പൊക്കി കൊടുക്കുന്നത്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.